الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മെ നാളെ വിചാരണ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് പരലോകത്തിനായി സദാ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് വരാനിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് വിശ്വാസിയേറെ സന്തോഷിക്കേണ്ടുന്ന സന്ദർഭമാണ്. അതോടൊപ്പം ദുഃഖിക്കേണ്ടവനുമാണ്. എന്തുകൊണ്ട് സന്തോഷിക്കണം? അല്ലാഹുവേ, പരിശുദ്ധമായ റമദാൻ എന്നിലേക്ക് വരികയാണല്ലോ എന്നുള്ള സന്തോഷം. ദുഃഖം എന്തിനാണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹുവേ, ആ ഒരു മാസക്കാലം അത് കൃത്യമായി കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ലേ എന്നുള്ള രൂപത്തിലുള്ള ഒരു ആശങ്കയിലൂടെയുള്ള ഒരു പ്രയാസം, രണ്ടും ഈ ഒരു സന്ദർഭത്തിൽ അനിവാര്യമാണ്. പക്ഷേ വിശ്വാസികളായ നമ്മൾ ആഗ്രഹിക്കേണ്ടത് സന്തോഷിക്കുവാനും നന്മ ചെയ്യുവാനുമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ഓരോ രാത്രിയിലും ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്നത് ഇപ്രകാരമാണ്. എന്തെന്നറിയോ? യാ ബാഗിയൽ ഖൈരി ഹലുമ്മ
വയാ ബാഗിയശ്ശർരി അഖ്സിർ, അല്ലയോ നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരിക. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരിക. വയാ ബാഗിയശ്ശർരി അഖ്സിർ, അല്ലയോ തിന്മ കൊതിക്കുന്നവരെ നിങ്ങൾ തിന്മകളെ ചുരുക്കിക്കൊള്ളുക. വിശ്വാസികളെ, കർമ്മനിരതരാകേണ്ടുന്ന മാസമാണ്. ആത്മാർത്ഥതയോടുകൂടി ഒരുങ്ങേണ്ടുന്ന മാസമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ഈ മാസത്തിലെ നന്മകൾ തടയപ്പെട്ടവർക്ക് അതിന്റെ എല്ലാ നന്മകളും തടയപ്പെടും. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, ആർക്കെങ്കിലും അതിന്റെ നന്മ തടയപ്പെട്ട് കഴിഞ്ഞാൽ അതിലുള്ളതെല്ലാം അവർക്ക് തടയപ്പെടുന്നതാണ്. അതുകൊണ്ട് ആവേശമുണ്ടായിരിക്കണം, വല്ലാത്ത ഒരു താല്പര്യമുണ്ടായിരിക്കണം, ആഗ്രഹമുണ്ടായിരിക്കണം, ആത്മാർത്ഥതയോടുകൂടിയിട്ടുള്ള പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വീട് നമ്മളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അല്ലേ? നമ്മുടെ പള്ളികളും നമ്മുടെ മദ്രസകളും നമ്മുടെ സ്ഥാപനങ്ങളും ഒക്കെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രത്യേകമായി കൊണ്ട് നമ്മളൊക്കെ വൃത്തിയാക്കി. എന്നാൽ നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ഏതാണ് ആ ഹൃദയം? ഭാര്യക്കറിയാത്ത, മക്കൾക്കറിയാത്ത, കൂട്ടുകാർക്കറിയാത്ത, ന്യായാധിപന്മാർക്കറിയാത്ത, അള്ളാഹുവിന് മാത്രം അറിയുന്ന നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും വഅമാലികും. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രൂപങ്ങളിലേക്ക് നോക്കുന്നില്ല, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നോക്കുന്നില്ല. നിങ്ങൾ മെലിഞ്ഞവരാണോ തടിച്ചവരാണോ, ഉയരം കൂടിയവരാണോ കുറഞ്ഞവരാണോ, റബ്ബിന്റെ നോട്ടമില്ല. വലാകിൻ നൻദുറു ഇലാ ഖുലൂബികും, അല്ലാഹുവിന്റെ നോട്ടം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ആ ഹൃദയത്തെ അല്ലേ നമ്മൾ ശുദ്ധമാക്കേണ്ടത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയെ നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ. ഇത് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിലേക്ക് കടക്കുന്നതിന്റെ 1-2 ദിവസം മുമ്പ് ഈയുള്ള സന്ദർഭത്തിൽ നമുക്കാകേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ അനുഗ്രഹീതമായ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോ ഈ മാസത്തിൽ വിശ്വാസികളായ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോഴേ ആ വിശ്വാസിക്ക് ആ റമദാനിനെ സജ്ജമാക്കാൻ സാധ്യമായിട്ടുള്ളൂ. ആവേശത്തിലൂടെയുള്ള ഒരു പ്രവേശനം, 1-ാമത്തെ ദിനത്തിലൂടെ നമ്മൾ കയറി, ആ ഒരു ആവേശം 2-ാമത്തെ 10ലേക്ക് എത്തുമ്പോൾ കുറയരുത്, കൂടണം. 2-ാമത്തെ 10ൽ നിന്ന് അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനേക്കാൾ ജാഗ്രതയോടുകൂടി ഒരാൾ മറ്റൊരാളെ തോൽപ്പിക്കുമാറു ആവേശത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമായിരിക്കണം ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർമ്മ നിരതരാക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, നിങ്ങള് ഒന്നാമതായി വിശ്വാസി പരിശുദ്ധമായ റമദാനിലൂടെ നേടേണ്ടത് എന്താണ്? തഖ്വയാണ്, സൂക്ഷ്മതയാണ്. നോമ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഉദ്ദേശിച്ചത് പ്രിയപ്പെട്ടവരെ ആ തഖ്വയാണ്. അല്ല നമ്മുടെ ശരീരത്തിന്റെ തടിയും ഭാരവും കുറക്കാനല്ല. ചില ആളുകൾ അങ്ങനെ കരുതിയിട്ടുള്ളത്. നോമ്പല്ലേ, കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ 2 കാര്യം നടക്കും. നോമ്പിന് നോമ്പുമായി, ശരീരം ഒന്ന് മെച്ചപ്പെടുത്തൽ അതുമായി, രണ്ടും കൂടി നടക്കൂല. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമതായി നമ്മൾ ആഗ്രഹിക്കേണ്ടത് തഖ്വയാണ്, സൂക്ഷ്മതയാണ്. പരിശുദ്ധമായ റമദാനിനെ പോലും സ്വീകരിക്കുന്ന വിഷയത്തിൽ ജനങ്ങൾ വ്യത്യസ്തരാണ്. കച്ചവട കണ്ണോടുകൂടി പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കുന്നവരുണ്ട്.
ഒരു മാസക്കാലം നന്നായിട്ട് കച്ചവടം ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകള്, മറ്റൊരു വിഭാഗം ആളുകൾ വെറുപ്പോടുകൂടി പ്രയാസത്തോടുകൂടി ഇതിനെ സ്വീകരിക്കുന്നവരുണ്ട്. കാരണം എന്താ? സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അമലുകൾ ചെയ്യണല്ലോ പടച്ചോനെ എന്നുള്ള ഒരു പ്രയാസം. വിശ്വാസികളെ, നമുക്കത് ആവശ്യമില്ല. മൂന്നാമത്തെ ഒരു വിഭാഗം എങ്ങനെയെന്നുള്ളവരാണെന്നറിയോ? ആത്മാർത്ഥതയോടുകൂടി തഖ്വയോടുകൂടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾ. അവര് നോമ്പെടുക്കുന്നു, സൂക്ഷ്മതയോടുകൂടി റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ച്. അവര് സ്വതക്ക കൊടുക്കുന്നു, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച്. അവർ ഏത്തിക്കാഫിലിരിക്കുന്നു, അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ച്. ആ രൂപത്തിൽ ഉൾപ്പെടാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ ലക്ഷ്യം എടുത്തു പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഏ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പിനെ നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. ഇനിയുള്ള വചനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകുവാൻ വേണ്ടിയാ, നിങ്ങൾ തഖ്വ പാലിക്കുന്നവരാകുവാൻ വേണ്ടിയാ. തഖ്വയുടെ പ്രധാന ഉദ്ദേശം പണ്ഡിതന്മാർ വിശദീകരിച്ചു തരികയാണ്. അത്തഖ്വാ ഹിയ അൻ തജഅല ബൈനക വബൈന മഹാരിമില്ലാഹി ഹാജിസാ. തഖ്വ എന്ന് പറഞ്ഞാൽ നിനക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾക്കുമിടയിൽ നീ ഒരു മറയെ സ്വീകരിക്കലാണ്. അതാണ് തഖ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ ഒരു മറ നമ്മൾ സ്വീകരിക്കുക. അത് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? അതെന്റെ റബ്ബിന് ഇഷ്ടമില്ല. അതെടുക്കാൻ പാടില്ല. അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. അള്ളാഹുവിന്റെ തൃപ്തിക്കും സ്നേഹത്തിനും പൊരുത്തത്തിനും വേണ്ടി ആത്മാർത്ഥതയോടുകൂടി ഒരുങ്ങുക. അതാണ് പ്രിയപ്പെട്ടവരെ തഖ്വ. ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളുടെ അടുക്കൽ, അള്ളാന്റെ അടുക്കൽ ഏറ്റവും മാന്യനായ വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലെ സൂക്ഷ്മതയുള്ള ആളുകളാണ്. ആ സൂക്ഷ്മത കൈവരിക്കാൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമളാനിൽ നമുക്ക് സാധ്യമാകണം. ആരറിയുന്നില്ലെങ്കിലും ആര് കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധത്തോടു കൂടി പ്രിയപ്പെട്ടവരെ ആ തഖ്വയെ നമ്മൾ നേടിയെടുക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായി, വിശ്വാസികളായ നമ്മൾ ഈ പരിശുദ്ധമായ റമളാനിലൂടെ നമ്മൾ നേടേണ്ടത് പാപമോചനമാണ്. പാപമോചനത്തിന്റെ പ്രിയപ്പെട്ടവരെ അനിർവചനീയമായ അവസരങ്ങളിലൂടെയാണ് ഓരോ പരിശുദ്ധമായ റമളാനും കടന്നു പോയിട്ടുള്ളതും ഇനി വരാനിരിക്കുന്നതും. എത്ര റമളാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്ന് ഒരു ഗുഡ് ബൈ പറയാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും ഓരോരോ ന്യൂനതകൾ ഉണ്ടാകും. ഓരോരുത്തർക്കും ചിലപ്പോൾ ചില വീക്ക്നെസ്സുകൾ ഉണ്ടാകും. അത് ജീവിതത്തിൽ നിന്ന് പാടെ മാറ്റിക്കളയാൻ വിശ്വാസികളായ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഈ പരിശുദ്ധമായ റമളാൻ കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മായിച്ചു തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു തരണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നോമ്പ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യം, ഒരു മഹത്വം എന്താണെന്നറിയോ? മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. എത്ര മനോഹരമായ ഒരു ഹദീസാണ്. ഹൃദയസ്ഥമാക്കാൻ, മനഃപ്പാഠമാക്കാൻ, ഉൾക്കൊള്ളാൻ എത്ര പെട്ടെന്ന് നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ. മൻ സ്വാമ റമളാന, ആരെങ്കിലും റമളാനിൽ നോമ്പെടുത്താൽ, നമ്മളൊക്കെ നോമ്പെടുക്കുന്ന ആളുകളാണ്. എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്? ഈമാനൻ, വിശ്വാസത്തോടുകൂടി നോമ്പെടുത്താൽ, വഹ്തിസാബൻ, പ്രതിഫലേച്ഛയോടുകൂടി നോമ്പെടുത്താൽ. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ട് കാര്യങ്ങളാണ് ഒരു നോമ്പെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് ഈമാനോട് കൂടിയിട്ടായിരിക്കണം, വിശ്വാസത്തോട് കൂടിയിട്ടായിരിക്കണം. വിശ്വാസമില്ലാത്തവന്റെ നോമ്പ് അള്ളാഹ്ക്ക് ആവശ്യമില്ല.
വഹ്തിസാബൻ, പ്രതിഫലേച്ഛയോടുകൂടിയാകണം. വീട്ടിലെ ഉമ്മയും ഉപ്പയും കുട്ടികളൊക്കെ നോമ്പുകാരാ, ഞാൻ നോമ്പെടുത്തിട്ടില്ലെങ്കിൽ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് കരുതി ആരും ഇടങ്ങറായിട്ട് ഒന്നും എടുക്കണ്ട. ഒരെന്താച്ചാ വിചാരിച്ചോട്ടെ ഇരുന്നാൽ മതി. അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ നോമ്പെടുത്താൽ അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് പുറത്തു കൊടുക്കും. എത്ര പാപങ്ങളാണ് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളത്. ഇന്ന് ഈ കേച്ചേരി സലഫി മസ്ജിദിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പോലും പ്രഭാതത്തിൽ നിന്ന് നമ്മുടെ കിടപ്പറയിൽ നിന്ന് നമ്മൾ എണീറ്റ് ഈ സമയത്ത് അല്ലാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഈ ഒരു സമയം വരെ നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ കാലുകൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് എത്ര തെറ്റുകൾ ഒരു പക്ഷെ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. ആര് നമുക്ക് പുറത്തു തരും? പാപങ്ങൾ പുറത്തു തരാൻ റബ്ബല്ലാതെ പ്രിയപ്പെട്ടവരെ മറ്റാരാണുള്ളത്? അതുകൊണ്ട് അല്ലാഹുവിങ്കലേക്ക് ആത്മാർത്ഥമായി തൗബയും ഇസ്തിഗ്ഫാറും നടത്തി ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മുടെ പാപങ്ങളെ നമ്മൾ കഴുകിക്കളയുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറുമ്പോൾ 3 തവണ ആമീൻ ആമീൻ എന്ന് പറയുകയുണ്ടായി. ഹദീസ് നമുക്കൊക്കെ അറിയാട്ടോ. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഒരാളും പ്രാർത്ഥിക്കുന്നതായി ഞങ്ങൾ കണ്ടില്ല, താങ്കൾ എന്തിനാണ് ആമീൻ എന്ന് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, സ്വഹാബ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. 3 പ്രാർത്ഥനകളാണ്. ഒന്ന്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, അഥവാ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു പോവുകയാണ്, മൻ അദ്റക ശഹ്റ റമളാന ഫലം യുഗ്ഫർ ലഹു ഫദഖലന്നാർ ഫഅബഅദഹു അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. ഒരാൾക്ക് റമളാൻ ലഭിക്കുകയും ആ പരിശുദ്ധമായ റമളാനിലൂടെ ജീവിക്കുവാനുള്ള അവസരം അല്ലാഹു കൊടുത്തു. നോമ്പെടുക്കാൻ, സ്വതക്ക നിർവഹിക്കാൻ, സകാത്ത് കൊടുക്കാൻ, പരിശുദ്ധമാക്കപ്പെട്ട എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ, ഇബാദത്തിൽ മുഴുകാൻ. പക്ഷേ ഫലം യുഗ്ഫർ ലഹു ഫദഖലന്നാർ, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ അല്ലാഹു അവനെ വിദൂരത്താക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞതാണ് സ്വഹാബ. നമ്മൾ ചിന്തിക്കണ്ടേ പ്രിയപ്പെട്ടവരെ, ഒരു മാസക്കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം നൽകി, ആഫിയത്ത് നൽകി, സുഖം നൽകി, സൗഖ്യം നൽകി, നമ്മുടെ കൈകാലുകൾക്ക് ശേഷി നൽകി, സാമ്പത്തികമായി കൊണ്ടുള്ള ഭദ്രത നൽകി, എല്ലാ നിഅമത്തുകളും നൽകി. നമ്മുടെ പാപങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നില്ല. കാരണം എന്താ? അത്രത്തോളം നമ്മളെ ഈമാൻ ശക്തമായില്ല, നമ്മൾ എന്തോ ഒരു ഹദയിലായി പോയി. അങ്ങനെയായാൽ അവൻ വിദൂരത്താകട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. മറ്റൊരു പ്രാർത്ഥന, മാതാപിതാക്കൾ ഉണ്ടായിട്ട്, വാർദ്ധക്യമെത്തിയ മാതാപിതാക്കൾ ഉണ്ടായിട്ട് അവരെ പരിപാലിക്കാത്തവർ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 തവണ ആമീൻ പറഞ്ഞ ഹദീസ് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രാർത്ഥിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണെങ്കിൽ ആമീൻ എടുത്തത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ എത്രത്തോളം ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഗൗരവം കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമളാനിലൂടെ നമുക്ക് ജീവിക്കുവാനുള്ള അവസരം നൽകുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ കർമ്മനിരതരാവുക.
അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായി നമ്മൾ നേടിയെടുക്കേണ്ടത് നരകമോചനമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ഈ ഒരു അവസ്ഥയിലുള്ള ചൂട് പോലും നമുക്ക് സഹിക്കാൻ സാധ്യമാകുന്നില്ല. നമ്മളിപ്പോ ഇരിക്കുന്ന അള്ളാഹുവിന്റെ ഭവനത്തിൽ എത്ര സുരക്ഷിതമായിക്കൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ, അല്ലേ? വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്ത് കൊണ്ട് നമ്മൾ ഇരിക്കുകയാണ്. എന്നാൽ ഇവിടുത്തെ ചൂടൊന്നും പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, നമ്മൾ ഏൽക്കുന്ന ഒരു ചൂടല്ല. ഇതിനേക്കാൾ ഇവിടുത്തെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടോളം വരുന്ന ഭീതിജനകമായ സത്യനിഷേധികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള നരകം, ആ നരകത്തിൽ നിന്ന് മോചിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ റമദാനിലെ നോമ്പ് നമുക്ക് കാരണമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്. വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല 70 വർഷത്തെ വഴി ദൂരം അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ് അള്ളാന്റെ മാർഗത്തിൽ ഒരാൾ നോമ്പെടുത്താൽ. നേരത്തെ പറഞ്ഞ ഹദീസ് ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി നോമ്പെടുത്താൽ. ഏത് ഹദീസ് നമ്മൾ പരിശോധിച്ചോ ഇങ്ങനെയുള്ള ചില പ്രത്യേകമായി കൊണ്ടുള്ള ഫദലുകളെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ നോമ്പെടുത്താൽ ആ നരകത്തിൽ നമുക്ക് രക്ഷപ്പെടാം, അല്ലേ? ആ കത്തിയെരിയുന്ന നരകം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. നരകക്കാരോട് ചോദിക്കുന്നുണ്ട്, അലം യഅതികും നദീർ, നിങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ? നിങ്ങൾക്ക് നന്മ പറഞ്ഞു തരാൻ, നന്മയിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ നിങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അവരുടെ മറുപടിയുണ്ട്, ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, പടച്ചോനെ ഞങ്ങൾക്ക് വന്നിരുന്നു റബ്ബേ, ഫകദ്ദബ്നാ, ഞങ്ങൾ അവരെ കളവാക്കി റബ്ബേ, ഞങ്ങൾ അവരെ കളവാക്കുകയാണ് ചെയ്തത് എന്ന് ആ നരകത്തിലെ ആളുകൾ പറയുമെന്നാണ്. വിശിഷ്യ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതൊക്കെ വരാനുണ്ട് എന്നുള്ളത് അതിൻ്റെതായ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. മാത്രമല്ല, നോമ്പ് നരകത്തിൽ നിന്നുള്ള ഒരു പരിചയാണ്. നോമ്പ് നരകത്തിൽ നിന്നുള്ള ഒരു പരിചയാണ്. നോക്കിയേ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു ജുന്നത്തുൻ മിനന്നാർ, നോമ്പ് നരകത്തിൽ നിന്നുള്ള പരിചയാണ്. കജുന്നതി അഹദികും മിനൽ ഖിതാബ്, നിങ്ങളിൽ ഒരാൾക്ക് യുദ്ധത്തിലുള്ള പരിച പോലെ നോമ്പ് നിങ്ങൾക്ക് നരകത്തിൽ നിന്നുള്ള പരിചയാണ്. ആ നോമ്പ് എങ്ങനെ നോൽക്കണം? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ ആ നോമ്പെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. എന്നാൽ സാധാരണ ഇവിടെ നടക്കാറുള്ളത് എന്താ പ്രിയപ്പെട്ടവരെ? എത്രയോ ആളുകള് പരിശുദ്ധമായ റമദാനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞാൻ നോമ്പുകാരനാണ് എന്നുള്ള ബോധം പോലും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് തർക്കിക്കാനോ ശണ്ട കൂടുവാനോ തല്ലുകൂടുവാനോ പാടില്ല. ഇനി ആരെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അവൻ പറയേണ്ടത് എന്താ? ഇന്നി സ്വാഇമൻ, ഞാനൊരു നോമ്പുകാരനാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, അത്രയേറെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഈ അനുഗ്രഹീതമായ മാസത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനുമായി കൊണ്ടുള്ള നമ്മുടെ ഒരു ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളത്. ജീവിതത്തിന്റെ ഒരുപാട് ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി, വർഷങ്ങൾ മാസങ്ങൾ നമ്മൾ കടന്നുപോയി, അല്ലേ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ആരോഗ്യസ്ഥിതിയാവില്ല നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. കുറച്ചുകൂടി കഴിയുമ്പോൾ മാറും, അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ മരണത്തിലേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായി കൊണ്ടൊരു ചോദ്യമുണ്ട് എന്നോടും നിങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളത്. ജീവിതത്തിന്റെ വ്യത്യസ്തമായ വഴികളിലൂടെ ജീവിച്ച നമ്മള് അള്ളാഹുവിന്റെ കലാം ഒരു തവണയെങ്കിലും പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി കൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് പാരായണം ചെയ്യാൻ സാധ്യമായിട്ടുണ്ടോ? ഇന്നീ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ പരിശുദ്ധ കലാമിന്റെ എത്ര വചനങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്ക് മനഃപ്പാഠമാക്കാൻ സാധ്യമായിട്ടുണ്ട്.
പരിശുദ്ധ ഖുർആനിലെ എത്ര വചനങ്ങളുടെ അർത്ഥം നമുക്കറിയാം. നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാവുമോ? നമുക്കിന്ന് പഠിക്കുവാനുള്ള അവസരം എത്രയാണ്? നമുക്കിന്ന് പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനുള്ള അവസരം എത്രയാണ്? നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിൽ അതിനുള്ള സൗകര്യമുണ്ട്. പോട്ടെ, നമ്മുടെയൊക്കെ പള്ളികളിൽ ഖുർആൻ ഹദീസ് പഠന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അരമണിക്കൂർ, 1 മണിക്കൂർ അള്ളാന്റെ മാർഗത്തിൽ തജ്വീദോടുകൂടി നല്ല സുന്ദരമായ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പഠിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ഇല്ല. നമുക്ക് സമയമില്ല, നമുക്ക് തിരക്കാണ്, അല്ലേ? നമുക്കൊരുപാട് സമയത്തിന്റെ കാര്യവും പറഞ്ഞ് നമ്മൾ ദുനിയാവിന്റെ പിന്നിൽ ഓടുകയാണ്. എല്ലാ തിരക്കുകളും കഴിയുന്ന, എല്ലാം ബോധ്യപ്പെടുന്ന, എല്ലാം മനസ്സിലാകുന്ന ഒരു ദിവസം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, പിന്നെ തിരിച്ചുപോയി അമലുകൾ ചെയ്യുവാനുള്ള അവസരം അല്ല നമുക്ക് തരുന്നില്ല. പണ്ഡിതന്മാരെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും, അവരൊക്കെ പരിശുദ്ധമായ റമളാൻ സമാഗതമായി കഴിഞ്ഞാൽ അവരുടെ ദീനിയായ ചർച്ചകൾ, സദസ്സുകൾ അവർ മാറ്റിവെക്കും. എന്തിനു വേണ്ടി? പരിശുദ്ധ കലാമോദാൻ വേണ്ടി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, നാളെ അത് പാരായണം ചെയ്ത വ്യക്തിക്ക് വേണ്ടി ആ ഖുർആൻ ശുപാർശകനായിട്ട് വരും. ഒരാൾ ഖുർആൻ ഓതുന്നില്ല, അവൻക്ക് എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ ശുപാർശകനായിട്ട് വരിക? എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അത് സാധ്യമാവുക? അതുകൊണ്ട് ഏറ്റവും വലിയ ഒരു മെഡിസിൻ എന്നുള്ളത് ഇന്ന് ലോകത്ത് മാനസാന്തരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, മാനസികമായി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ മെഡിസിൻ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ കലാമാണ്. അത് കേട്ടാൽ പ്രതിഫലം, അത് പഠിച്ചാൽ പ്രതിഫലം, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ പ്രതിഫലം, അല്ലേ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ഖുർആൻ പഠിക്കുന്നവനും അതിനെ പഠിപ്പിക്കുന്നവനുമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മളൊരു നിയ്യത്തെടുക്കുക. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും ഞാൻ എന്നെ കൊണ്ട് കഴിവിന്റെ പരമാവധി ഇത്ര പേജുകൾ കൃത്യമായി കൊണ്ട് ഞാൻ ഓതി തീർക്കുകയും റമളാൻ കഴിയുന്നതിന്റെ മുമ്പ് 1ഉം 2ഉം തവണ പരിശുദ്ധ ഖുർആൻ മുഴുവനായി കൊണ്ടും ഞാൻ ഓതി തീർക്കും ഇൻഷാ അല്ലാഹ് എന്നുള്ള ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കുക. നമ്മുടെ മക്കൾക്ക് അതിനുള്ള പ്രേരണ നമ്മൾ കൊടുക്കുക. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളെ പ്രത്യേകം ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ആര് പരിശുദ്ധ ഖുർആൻ ആദ്യം തൊട്ട് അവസാനം വരെ പാരായണം ചെയ്തുവോ അവർക്കൊരു സമ്മാനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് നല്ല മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് കുട്ടികളെ പരിശുദ്ധ ഖുർആനിന്റെ ആളുകളാക്കുക. പഠിക്കട്ടെ നമ്മുടെ മക്കൾ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ. കാരണം ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വിശ്വാസികളെ നമ്മെ അമ്പരപ്പിക്കുന്ന വാർത്തകളാണ്. ദൈനംദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കൊലപാതകത്തിന്റെ വാർത്തകള്, അത് ഒരു ദിവസവും അതുപോലെ തന്നെ 2 ദിവസവും ഒക്കെ തുടർച്ചയായി ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ കേട്ട ഒരു കൊലപാതകത്തിന്റെ വാർത്തയുണ്ട്. സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ടവർ, ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് അത് കേൾക്കാൻ കഴിയുക? അതെങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? ഒരു 23 വയസ്സുകാരൻ വളരെ പ്ലാനോടുകൂടി 5 പേരെ അതും ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കിയിട്ടുണ്ട് എങ്കിൽ ആ കുട്ടിയെ ആ തിന്മയിലേക്ക് എത്തിച്ച ചേതോ വികാരം എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ? എന്തായിരിക്കും? ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ കാണുന്ന ലഹരിക്കടിമപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ മദ്യപാനത്തിനടിമപ്പെട്ടുകൊണ്ടും മറ്റുള്ള ദുഷിച്ച പ്രവർത്തനങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടും കഴിയുന്നതിന്റെ മുമ്പേ നമ്മൾ മാതാപിതാക്കളായ മക്കളോട്, നമുക്ക് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ഏറ്റവും വലിയ ബാധ്യതയാണ് പരിശുദ്ധ ഖുർആൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. ഒക്കെ നിങ്ങൾ ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലെവലിലെത്താൻ എൻ്റെ മാതാപിതാക്കൾ അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ്, എത്ര ത്യാഗമാണ്. നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക, അല്ലെ? നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് മക്കളെ കുറിച്ചിട്ടുള്ള വലിയ പ്രതീക്ഷകളാണ്. പക്ഷേ ആ പ്രതീക്ഷകൾക്കപ്പുറമാണ് ഇന്ന് ലോകത്തിലെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കും, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ ദീനിനെ
പരിചയപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, രക്ഷിതാക്കളെ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. ഭൗതികപരമായ കാര്യങ്ങൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ദീനിന് പ്രാധാന്യം കൊടുത്താൽ, ദീനിന് മുൻഗണന കൊടുത്താൽ, ഇഹലോകം നിന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി തരും. പക്ഷേ ഇഹലോകത്തിനാണോ നീ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നിനക്ക് ഇഹലോകവും നഷ്ടമാണ്, പരലോകവും നഷ്ടമാണ്. അതാണ് പ്രത്യേകത. അതുകൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് മക്കൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ വലിയ വെളിച്ചം നമ്മൾ കാണിച്ചു കൊടുക്കുക. കൂട്ടത്തിൽ അവർ നമ്മളെ കണ്ട് പഠിക്കുന്ന ആ ഒരു രൂപത്തിലേക്ക് നമ്മളും എത്തുക. നമ്മൾ ഖുർആൻ പാരായണം ചെയ്താൽ കുട്ടികൾ ഖുർആൻ പാരായണം ചെയ്യും. നമ്മൾ കറക്റ്റായിട്ട് ജമാഅത്ത് പള്ളിയിലേക്ക് പോയാൽ നമ്മുടെ മക്കളും ആ വഴിയിൽ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാനിൽ കൂടുതൽ അമലുകൾ കൊണ്ട് സജീവമാകുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രതീക്ഷയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും നമ്മൾ കാത്തിരിക്കുന്ന പരിശുദ്ധമായ റമദാൻ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം നമ്മിലേക്ക് വരാനിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ കൊണ്ട് പരലോകത്തെ നേടിയെടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി കൊണ്ടുള്ള പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് അനിവാര്യമായിട്ട് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി എല്ലാ നിഅമത്തുകളും ഈ ഭൂലോകത്ത് നൽകിയിട്ടുണ്ടെങ്കിലും ഒരു ഭാഗത്ത് ശിർക്കിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് വഇദാ സഅലക ഇബാദി ഫഇന്നി ഖരീബ്. നബിയെ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ ഫൽയസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവനക്ക് ഉത്തരം നൽകാം. ഇത് പറഞ്ഞത് റബ്ബാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രാർത്ഥന റബ്ബിനോട് മാത്രമാണ്. ഒരു ബീവിയോടോ ശേഖിയോടോ തങ്ങളോടോ അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരു ദർഗയിലേക്കും നമ്മുടെ കാൽപാദങ്ങളെ ചലിപ്പിക്കുവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ തേട്ടങ്ങളും ഉണ്ടായിരിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് നാളെ പരലോകം നഷ്ടമാണ്, അല്ലേ? ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ശിർക്ക് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ മേലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ നിഷിദ്ധമാക്കുമെന്നുള്ളതാണ്. എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് തൗഹീദിലൂടെയാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നെങ്കിലും അവനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് സ്വർഗമായിരിക്കും പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ഗൗരവത്തോടു കൂടി